ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ പഴം പരിചയപ്പെടുത്താം. നമ്മുടെ കേരളത്തിലെ പഴമല്ല, ആസാമിലെ പഴം. ഇതാണ് പഴം, കണ്ടോ? ഇത് നമ്മുടെ ലൂവിക്ക പോലെ കണ്ടാൽ തോന്നും. എന്ന് വെച്ചാൽ ഇത് അച്ചാറിടാനൊക്കെ കൊള്ളാം, പക്ഷേ ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ. ലൂവിക്ക പോലെയല്ല, ഒരു കുരുവേ ഉള്ളൂ താനും. ഇതുണ്ട്, ഇത് പൊട്ടിച്ചണിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ഒറ്റ കുരുവേ ഉള്ളൂ. നമുക്ക് നട്ട് നോക്കാം, നമ്മുടെ നാട്ടിലുണ്ടാകുമെങ്കിൽ വരട്ടെ. കാലാവസ്ഥയൊക്കെ ആസാമിലും നമുക്കും ഒരേപോലെ മഴയൊക്കെ ഉള്ള ഇതാണല്ലോ. നമുക്കിതൊന്ന് നട്ട് നോക്കാം. ഇതൊരു കേരളത്തിന് പുറത്തുനിന്ന് കിട്ടിയൊരു പഴമാണ്, ആസാമിൽ നിന്ന് കിട്ടിയൊരു പഴമാണ്. ഈ പഴം തിന്നിട്ട് അഭിപ്രായം പറയുന്നത് ഞാൻ അവസാനം ഒന്ന് രണ്ട് പേരോട് പറയുന്നത് കേൾപ്പിക്കാം. പിന്നെ ഈ പഴത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാം. ഇതിൻ്റെ പേര് ബർ അല്ലെങ്കിൽ ജുജിബി. ഇത് രണ്ട് പേരാണ് ഈ പഴത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഇതൊരു മരത്തിലുണ്ടാകുന്ന പഴമാണ്. നമ്മുടെ ഇതിൻ്റെ റോയായിട്ടുള്ള അല്ലെങ്കിൽ മൂക്കുന്നതിന് മുമ്പ് മൂപ്പത്തുന്നതിന് മുമ്പ് ഇതിന് പച്ച നിറമാണ്. അത് നമുക്ക് അച്ചാറിടാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനും പറ്റുമായിരിക്കും. പക്ഷേ ഇതിന് നടുക്ക് നല്ലൊരു വലിയ കുരുവുണ്ട്, കാപ്പിക്കുരു പോലെ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കുരു. പിന്നെ ഇതിന് നല്ല മധുരമാണ് കേട്ടോ. നമ്മുടെ ലൂവിക്ക പോലെ ഇരുന്നെങ്കിലും ഇതിന് പച്ചയ്ക്ക് പുളിയുണ്ട്, പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്. ഈ പഴത്തിന് ഗുണങ്ങളുണ്ട്. ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഒരു പഴമാണ് ഇത്. ഈ പഴം ഉറക്കം കിട്ടാൻ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദഹനത്തിന് സഹായകമാണ്. പിന്നെ ഇതിനകത്തൊരു ഫ്ലഷ് ഉണ്ട്, അത് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. ആ ഫ്ലഷ് നമുക്ക് കഴിക്കാം, അതാണ് കഴിക്കുന്നത്. ഇതിൻ്റെ തൊണ്ട് കഴിച്ചാലും കുഴപ്പമില്ല, കാരണം ഞാൻ കഴിച്ച് നോക്കിയിട്ട് തൊണ്ടിനും വലിയ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ തൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ തൊണ്ട് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം. മാങ്ങയൊക്കെ ആണെങ്കിൽ പലതും നമ്മളങ്ങനെയല്ലേ, തൊണ്ട് വേണേൽ തിന്നാം, അല്ലെങ്കിൽ മാറ്റിയിട്ട് കഴിക്കാം. ഇതുണ്ടോ, ഇതിന് നല്ല ഈ പിന്നെ പഞ്ചസാര അല്ല വെണ്ണ പോലെ ഇരിക്കുന്ന സാധനത്തിന് നല്ലൊരു മധുരമുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വിറ്റമിനുകളും ധാതുക്കളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് മധുരമാണ്. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ളൊരു നല്ല പഴം. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഇത് കഴിച്ച ആളുകളുടെ അഭിപ്രായം ഞാൻ കേൾപ്പിക്കാം, അവരെ കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്കിതിനെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു പുതിയ പഴം പരിചയപ്പെടുന്നു. ഇത് കഴിച്ചിട്ടുള്ളവർ ഇതിനെക്കെ പറ്റി കൂടുതൽ അഭിപ്രായം പറയാൻ സാധിക്കുന്നവരൊക്കെ കാണും. നിങ്ങൾ കമൻ്റ് ഇടണം. അതുകൊണ്ട് അച്ചാറിട്ടിട്ടുള്ളവരും വേറെ വല്ല കറി വെച്ചിട്ടുള്ളവരും അതിൻ്റെ കുരു മൂക്കുന്നതിന് മുമ്പിൽ അരിഞ്ഞ് ഒരു പക്ഷേ തോരൻ വയ്ക്കാനും അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാനും ഒക്കെ കൊള്ളുമായിരിക്കും. ഉപ്പിലിടാൻ കൊള്ളാം, പിന്നെ അച്ചാറിടാൻ കൊള്ളാം. അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാവുന്നവർ കമൻ്റ് ഇടുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൾക്കാർ കഴിച്ചിട്ടുള്ള കമൻറ്റും കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകളും പരിചയപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ. നമ്മുടെ തിന്നതിനേക്കാൾ ഈശോട് തിന്നാൻ പറ്റും. ഇത് നമ്മുടെ ഇതിനേക്കാൾ പുളിയല്ല. റൂബിക്കേക്ക് ഇതിൽ കൂടുതൽ പുളിയാണ്. ഇതിന് അത്രയും പുളിയില്ലല്ലോ. ഇതിനകത്ത് കുരു തിന്നാൻ പാടാം. പുളി എടുത്തിരിക്കുമല്ലേ, അത് കുഴപ്പമില്ല.